ഇതിന്റെ പ്രധാന ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മള് രണ്ടാമത് വർക്കല ഓപ്പൺ ചാമ്പ്യൻഷിപ്പാണ്, ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്. അത് എന്റെ പേര് ഇത്ര നടക്കാൻ പോണ ചാമ്പ്യൻഷിപ്പ് 4 ദിവസമുണ്ട്. മെയ് 15, 16, 17, 18. വേറെ പ്രത്യേകത വിളിക്കുന്നത് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളതിലേക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ടൂർണമെന്റ് നടക്കാൻ പോകും. കാരണം തമിഴ്നാട്, പ്രത്യേകിച്ച് നാഗർകോവിൽ, കന്യാകുമാരി എന്നും കേരളത്തിനകത്തുള്ള മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അണ്ടർ 10, 12, 14, 16, 18 മെൻ, വിമൺ, മിക്സ്ഡ് ഡബിൾസ്, ഇതിനെല്ലാത്തിലുള്ള ഏതാണ്ട് 100-100ഓളം പാർട്ടിസിപ്പൻസ് ഉള്ള ഒരു സമയമാണ് ഇപ്പൊ ഈ വരുന്ന മത്സരം. നമ്മള് അതിന്റെ രാവിലെ 6:30 തുടങ്ങുന്ന മത്സരം വൈകുന്നേരം ഏതാണ്ട് 11 മണി വരെ നീണ്ടു പോകാൻ ചാൻസ് ഉണ്ട്. ആൾറെഡി കളിക്കാരൊക്കെ നാളെ 2 ദിവസം എടുത്തിറങ്ങും. വേറെ പ്രത്യേകം പറയാനുള്ളത്, രണ്ടാമത്തെ ഇത് ഒരു വർഷം നമ്മൾ 2 ടൂർണമെന്റ് നടത്താറുള്ളത്. ഒന്ന് കുട്ടികൾക്കും ഈ പറഞ്ഞ വർക്കല ഓപ്പൺ ചാമ്പ്യൻഷിപ്പും ഈ പറഞ്ഞ അണ്ടർ 10 മുതൽ മെൻ വരെയുള്ളതും. രണ്ടാം നടത്തുന്നത് ഏതാണ്ട് ഓണ സീസൺ അടുപ്പിച്ചുള്ള മാസ്റ്റേഴ്സ്, അത് 30 വയസ്സിന് മുകളിലുള്ളവർക്ക്. അന്നാണ് ആ 2 ടൂർണമെന്റ്സ് ആണ് വേഷം നമ്മൾ നടത്തുന്നത്. മറ്റേതിനകത്ത് ഇന്ത്യയിലുള്ള വാരണാസിയിലുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ നല്ലൊരു കവറേജ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഉദ്ഘാടനം നമ്മുടെ ഇതിന്റെ ചെയ്യാൻ നേരിട്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സ്പോർട്സ് ജേർണലിസ്റ്റിന്റെ ഏറ്റവും ബെസ്റ്റ് അവാർഡ് കിട്ടിയ അൻസാർ എസ് രാജാണ്, കേരള രാജ്. അതിന്റെ സമാപന സമ്മേളനത്തിൽ സമ്മാനദാനം അജിത് വി, ഇപ്പൊ മറ്റേ പോലീസ് ഡയറക്ടർ ജനറലാണ്. നമ്മുടെ നാട്ടുകാരനാണ്, IPS അജിത്താണ്. അതിന്റെ ഡീറ്റെയിൽസ് തരാം. ഞാൻ സമ്മാനദാനം നൽകുന്നത്. പിന്നെ 2 ഉദ്ഘാടന സമ്മേളനത്തിലും സമാപന സമ്മേളനത്തിലും നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ രാജിയാറുകളുടെ സാന്നിധ്യം ഉണ്ടാവും അധ്യക്ഷനായിട്ട്, 2 ഉദ്ഘാടനത്തിലും സമാപനത്തിലും. പിന്നെ ടൂർണമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മള് വളരെ എൻജോയ് ചെയ്യാനായിട്ടും മത്സരങ്ങൾ കാണാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ക്ലബിൽ. ഫുഡ് സ്റ്റാള്, അറബിക് ഹിൽസിന്റെ ഫുഡ് സ്റ്റാൾ ഇവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യും. പിന്നെ ചീഫ് റഫറി നമ്മുടെ മിസ്റ്റർ പാറ്റോ. വർക്കല പ്രൊഫഷണൽ ടെന്നീസ് ക്ലബ്ബ് ഓപ്പൺ ടെന്നീസ് മെയ് 15 മുതൽ ആരംഭിക്കുന്നു. പ്രൊഫഷണൽ ടെന്നീസ് ക്ലബ്ബ് വർക്കലയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വർക്കല ഓപ്പൺ ടെന്നീസ് 2025 മെയ് 15 മുതൽ വർക്കല മരക്കടമുക്കിലുള്ള പ്രൊഫഷണൽ ടെന്നീസ് ക്ലബ്ബിൽ ആരംഭിക്കും. അണ്ടർ 10, 12, 14, 16, 18 വിഭാഗങ്ങളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങളും പുരുഷ വനിതാ വിഭാഗങ്ങളിലും മിക്സഡ് ഡബിൾസിലും മത്സരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. മത്സരങ്ങൾ മെയ് 15 മുതൽ 18 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ രാത്രി 9 മണി വരെ ഉണ്ടായിരിക്കും. മത്സരങ്ങളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും 100ഓളം ടെന്നീസ് താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ടെന്നീസ് മത്സരങ്ങൾ കേരളത്തിലെ പ്രമുഖ സ്പോർട്സ് ലേഖകൻ അൻസാർ എസ് രാജ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സമ്മാനദാനം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് അജിത് വി, IPS, ADGP ലോ ആൻഡ് ഓർഡർ ഓഫീസ് നിർവഹിക്കും. ഇവരുടെ മിക്കവാറും ഫൈനൽസ് നടക്കും. ഈ 16-ാം തീയതി അടുത്ത കാറ്റഗറി 14-ും 16-ന്റെയും ഫസ്റ്റ് റൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ അടുത്ത ദിവസം for children, the younger you start, the more chance you have of becoming a good tennis player. But it doesn't matter which level you play, as long as you play for fun. It's the most, for me, it's the most fun sport I have ever played. Many people think it's very expensive. You cannot afford it, but it's not like that. It's only if you want to reach the top 50 player, if you do top 50, not the best players in the world. Then of course you need to invest a lot of money, but just to enjoy the game and to play is for all ages, for all levels, that people can just enjoy it. This man, Dr. Serja,
amazing guy. He has a good club, nice club, and he's very uh, well with motivating people to get the best out of them, reach their full potential. ഉദ്ഘാടന സമാപന മത്സരങ്ങളിൽ വർക്കല മുനിസിപ്പൽ ചെയർമാൻ ലാജിയും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ.